നമുക്ക് പ്രാർത്ഥനാപൂർവമാവാം. ലാസറിൻ്റെ കുടുംബത്തിൽ ലാസറിൻ്റെ ഉത്ഥാനത്തിൻ്റെ കാരണമായത് കൂടപ്പിറപ്പുകളുടെ വിശ്വാസമായിരുന്നു. നമുക്ക് ഈ പ്രിയപ്പെട്ട അപ്പച്ചനെ സ്വർഗീയ സന്നിധിയിലേക്ക് യാത്രയാക്കാം. വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടാകാനായിട്ട് പരിശ്രമിക്കാം. 2 പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ പ്രാർത്ഥന, ഈ അപ്പച്ചനു വേണ്ടി ജീവിതകാലത്തിൻ്റെ ഏതെങ്കിലും ഇടങ്ങളിൽ ചിന്താഗതി കൊണ്ടോ മനോഭാവം കൊണ്ടോ കാഴ്ചപ്പാട് കൊണ്ടോ ഒക്കെ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഈശ്വര സാന്നിധ്യത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത് ഈ അപ്പൻ്റെ ഈ സ്വർഗീയ യാത്ര അനുഗ്രഹമാക്കണമേ എന്നാണ്. എല്ലാ കുറവുകളെയും നിറവുകളാക്കുന്ന ദൈവസന്നിധിയോട് ചേർന്നിരുന്ന് ഈ ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചെയ്യാം, അപ്പച്ചന് വേണ്ടി. രണ്ടാമത്തെ പ്രാർത്ഥന ഈ അപ്പനോടും പ്രിയപ്പെട്ട അമ്മയോടും പ്രിയപ്പെട്ട മക്കളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗസന്നിധിയിൽ ഒരാത്മാവുണ്ടെന്നുള്ള ഒരു വലിയ ധൈര്യമുണ്ടാവണം. അജോയെ ഒത്തിരി നാളുകളായിട്ട് പരിചയമുണ്ട്. ആ പ്രിയപ്പെട്ട മകനോടുള്ള ബന്ധമാണ് ഇവിടെ എത്തിക്കുവാനായിട്ട് കാരണമായത്. നമുക്കൊന്ന് ചേർന്ന് ഈ പ്രിയപ്പെട്ട അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു അലംഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും കീർത്തനങ്ങൾ പാടും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ പട്ടി മഴയ്ക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാ പുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമി പാപങ്ങൾ നിരയായി എന്നെ വിധിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അസ്ഥിരമല്ലോ ഭുവനവും അതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാം
പാപമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമയോ ഭുവനമതിലേ ജീവിതാശ്രിതരും ഇപ്പോഴെപ്പോൾ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമയോ ഭുവനമതിലേ ജീവിതാശ്രിതരും ഇപ്പോഴെപ്പോൾ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമൻ ഭാവന തന്നിൽ, എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമയോ ഭുവനമതിലേ ജീവിതാശ്രിതരും ഇപ്പോഴെപ്പോൾ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അഗാധനെ വിളിക്കുന്നു, പരിശോധിപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അറിഞ്ഞുമറിയാതെയും ഈ സഹോദരൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുത്ത് സ്വർഗീയ ജെറുസലേമിലേക്ക് ഈ ആത്മാവിനെ നീ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.